ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വലിയ മതിൽക്കെട്ടുകളൊന്നും അല്ല നമുക്ക് വേണ്ടത്. സഹജീവികളോട് കുറച്ച് കരുണ കാണിച്ചാൽ മതി എന്ന ചിന്ത എന്നാണോ നമുക്കൊക്കെ ഉണ്ടാകുന്നത്, അന്നായിരിക്കും നമ്മുടെ നാട് ശരിക്കും നന്നാവുന്നത്. മദീന നഗരം മുഴുവൻ നല്ല ഉറക്കത്തിലാണ്. പക്ഷേ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം ജനങ്ങളുടെ അവസ്ഥ അറിയാതെ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. രാത്രി കാലങ്ങളിൽ നഗരങ്ങളും ഗ്രാമങ്ങളും നടക്കുമായിരുന്നു അവർ. ഒരു ദിവസം യുഫ്രട്ടീസ് നദിയുടെ തീരത്തേക്ക് അടുക്കുമ്പോൾ സഹയാത്രികനോട് പറയുന്നുണ്ട്, ഈ യുഫ്രട്ടീസ് തീരത്ത് ഒരു ആട്ടിൻകുട്ടി വിശന്ന് ചത്താൽ പോലും അള്ളാഹു നാളെ ഈ ഉമറിനോട് ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ തന്റെ ഭരണത്തിൽ ഒരു ആട്ടിൻകുട്ടി പോലും കഷ്ടപ്പെടരുത് എന്ന ഉത്തരവാദിത്തമായിരുന്നു അവർക്ക്. ഒരമ്മ വിശപ്പോടെ കുഞ്ഞുങ്ങളെ ഉറക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുന്ന കഥ നമുക്കറിയാം. അതറിയുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണ ചാക്കുകൾ ചുമന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് സഹായകൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ചുമക്കട്ടെ എന്ന്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിധി ദിനത്തിൽ എന്റെ പാപഭാരവും നീ ചുമക്കുമോ എന്ന്. അതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അതായിരിക്കണം ഒരു ഭരണാധികാരി. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ രാമരാജ്യം എന്ന ആശയത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമാണെന്ന്. വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കോൺഗ്രസ്കാരോട് മഹാത്മാഗാന്ധി ആവശ്യപ്പെടുന്നതും ഇതേ കാര്യമാണ്.